ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഒരു PSC ക്ലാസ്സിന് PSC പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പോയിന്റ്സ് മാത്രം എടുത്തിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇതിൽ ആദ്യം ഒരു ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഭാഗമാണ്. പ്രാചീന ശിലായുഗം. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? 10th 9th ഒക്കെ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്നാലും നമുക്കൊന്നും കൂടെ പൊടി തട്ടിയെടുക്കാം. ശിലായുഗം, ലോഹയുഗം, അങ്ങനെ 2 യുഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കല്ലുകൊണ്ടാണ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആ കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ലോഹയുഗം, ലോഹങ്ങൾ കൊണ്ട്, മെറ്റൽസ് കൊണ്ട്, ചെമ്പ്, ഇരുമ്പ് തുടങ്ങിയവ കൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയ കാലത്തെ ലോഹയുഗം എന്നും പറയുന്നു. അപ്പോൾ ഈ 2 പിന്നെയും ഡിവിഷൻ വന്നിട്ടുണ്ട്. ശിലായുഗത്തേനെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നും ലോഹയുഗത്തെ വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്നും വീണ്ടും തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നോക്കല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് ശിലായുഗം എന്താന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ശിലകൾ കൊണ്ട്, അതായത് സ്റ്റോൺസ് അല്ലെ, കല്ലുകൾ കൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന കാലമാണ് എന്ത്? ശിലായുഗം. അതിന് നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് എന്ത്? പ്രാചീന ശിലായുഗം. പ്രാചീന ശിലായുഗം. അപ്പൊ അതിൽ വന്നിട്ട് പ്രാചീന ശിലായുഗം ഇംഗ്ലീഷ് വേർഡ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പാലിയോലിത്തിക് ഏജ്. എന്താണ്? പാലിയോലിത്തിക് ഏജ്. അതിൽ പാലിയോസ് എന്ന് പറഞ്ഞാൽ പ്രാചീനം എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. പാലിയോസ് എന്ന് പറഞ്ഞാൽ പ്രാചീനം, ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില. അപ്പോൾ പ്രാചീന ശിലായുഗം. അപ്പോൾ ഈ ഒരു സമയത്ത് കല്ലുകളേനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 ഘട്ടങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം പ്രയോജനപ്പെടുത്തൽ, രണ്ടാമത്തെ ഘട്ടം രൂപമാറ്റം വരുത്തൽ, മൂന്നാമത്തെ ഘട്ടം ക്രമവൽക്കരണം. പ്രയോജനപ്പെടുത്തൽ, രൂപമാറ്റം വരുത്തൽ, ക്രമവൽക്കരണം. യൂട്ടിലൈസേഷൻ, ഫാഷനൈസിങ്, സ്റ്റാൻഡർഡൈസേഷൻ. ഫാഷനിങ്. ഓക്കെ. യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എവിടെന്നെങ്കിലും ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. നമ്മൾ അതിന് രൂപമാറ്റം വരുത്തി ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയെ നമ്മൾ പ്രയോജനപ്പെടുത്തൽ എന്ന് പറയും. ഇനി നമ്മൾ ഈ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ രൂപമാറ്റം വരുത്തൽ അല്ലെങ്കിൽ ഫാഷനിങ് എന്ന് പറയും. അടുത്ത ഒരു ഘട്ടമാണ് ക്രമവൽക്കരണം. അതായത് നമുക്ക് പല ആവശ്യങ്ങൾക്കും പല ഷേപ്പിലുള്ള കല്ലുകളായിരിക്കും അല്ലേ വേണ്ടത്. അപ്പൊ നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് ഈ കല്ലിന്റെ ഷേപ്പ് മാറ്റാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ തുളയ്ക്കാനാണെന്ന് വെച്ചാൽ നമുക്ക് കൂർത്ത ഷേപ്പിലുള്ള കല്ല് വേണ്ടി വരും അല്ലേ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരു കല്ലിനെ ഷേപ്പ് ചെയ്തിട്ട് ഷാർപ്പാക്കിയിട്ട് മാറ്റും. ഇനി നമുക്ക് ബ്ലേഡ് പോലെയുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു കത്തി പോലത്തെ ഒരു ആവശ്യത്തിന് കട്ട് ചെയ്യാനൊക്കെയാണ് വേണ്ടെങ്കിൽ നമുക്കൊരു പ്രതലം മുഴുവനായിട്ട് എന്താക്കേണ്ടി വരും? അതിന് നമുക്ക് തിന്നാക്കിയിട്ട് ഷാർപ്പാക്കേണ്ടി വരും അല്ലേ. അപ്പൊ അതിന് നമ്മൾ എന്താ വേറൊരു ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ആവശ്യത്തിനും പ്രത്യേകം ഉപകരണം നിർമ്മിക്കണേനെ ക്രമവൽക്കരണം എന്ന് പറയും. അത്രയാണ് നമുക്ക് അവിടെ നോക്കാനുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഉരുളൻ കല്ലുപകരണങ്ങൾ, ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ, കൽച്ചീൽ ഉപകരണങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ബോക്സ് ഒന്ന് നോക്കുക. മാതൃശിലകളും കൽച്ചീളുകളും. എന്താണ് മാതൃശില, എന്താണ് കൽച്ചീള്? കോർ ആൻഡ് ഫ്ലേക്സ്. ഒരു കഷണം കല്ലിനെ 2ഓ അതിലധികമോ കഷണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷണത്തെ മാതൃശില എന്നും ചെറിയ കഷണങ്ങളെ കൽച്ചീളുകൾ എന്നും വിളിക്കുന്നു. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങളെ മാതൃശിലാ ഉപകരണങ്ങൾ എന്നും കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീൾ ഉപകരണങ്ങൾ എന്നും വിളിക്കുന്നു.
ഒന്നുമില്ല, നമ്മളൊരു കല്ല് കിട്ടി, അപ്പൊ അതിനെ നമ്മൾ പൊട്ടിക്കുകയാണ്. പൊട്ടിക്കുമ്പോൾ വലിയ പീസൊക്കെ ഉണ്ടാവില്ലേ, അതിനെ നമ്മൾ മാതൃശില എന്ന് വിളിക്കും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ മാതൃശില ഉപകരണങ്ങൾ. ഇനി ചെറിയ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ എന്താണ്? കൽച്ചീൽ ഉപകരണങ്ങൾ. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് കിട്ടുമ്പോൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ സമഗ്ര വഴി PDF ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ മാതൃശിലകളും കൽച്ചീലുകളും എന്താണെന്ന് നമ്മൾ നോക്കി അല്ലേ. ഇനി ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നോക്കാം. ഇതാ ഒന്നാമത്തെ ചിത്രം ഷോവേ. ഷോവേ ഒരു മൃഗത്തിന്റെ ചിത്രമാണ് അല്ലേ. ഷോവേ എന്നുള്ള സ്ഥലത്ത്, അതെവിടെയാണ് ആ സ്ഥലം? ഫ്രാൻസിലെ ഷോവേയിലുള്ള ഒരു ചിത്രമാണ്. അത് ഒരു മൃഗത്തിന്റെ ചിത്രമാണ്. ഇത് പ്രാചീന ശിലായുഗത്തില് കല്ലിൽ കൊത്തിവെക്കപ്പെട്ട ഒരു ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രവും മൃഗങ്ങളാണ് അല്ലെ, കാളയോ അങ്ങനെ എന്തോ ആണ് നമുക്ക് കാണുന്നത്. അതും എവിടെ നിന്നുള്ളതാണ്? ഫ്രാൻസിലെ ലാസ്കോയിൽ ഉള്ള, അവിടെ നിന്നും ലഭിച്ച ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. എവിടത്തെയാണ്? ലാസ്കോ, ഫ്രാൻസ്. ഇനി ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം കൊടുത്തിട്ടുണ്ട്. ആനക്കൊമ്പിൽ നിർമ്മിച്ച ഒരു ശില്പാണ് ഇത്. അത് എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്? റഷ്യയിലെ സറൈസ്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അതേപോലെ ഫ്രാൻസിലെ കുസാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുഹയിൽ കോറിയിട്ട ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കുസാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുഹയിൽ കോറിയിട്ട ചിത്രങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിലൊരു മൃഗത്തിന്റെ ചിത്രവും ഒരു സ്ത്രീയുടെ ചിത്രമൊക്കെ കാണാനുണ്ട് അല്ലെ. ഒരു സ്ത്രീയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്പെയിനിലെ ലാ ഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ സ്ഥലങ്ങളും ഏത് രാജ്യങ്ങളിലാണെന്ന് ഒന്ന് ജസ്റ്റ് ഓർമ്മ വെക്കുക കേട്ടോ. ഷോവേ, ഫ്രാൻസ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. എന്താണ്? നമ്മുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നമ്മൾ ചിലപ്പോൾ ഷോ കാണിക്കും അല്ലെ. നമ്മൾ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ചിലവര് ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോൾ വലിയ ഷോ ഒക്കെ കാണിക്കും. അപ്പൊ അതാണ് ഷോവേ, ഫ്രാൻസ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ലാസ്കോ, ഫ്രാൻസ്. ലാസ്കോയും ഫ്രാൻസിലാണ്. ലാസ്കോനെ നമുക്കിപ്പോ ലേസിന്നോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്താൽ മതി. ചില ഫ്രണ്ട്സ് ഭയങ്കര ലേസി ആയിരിക്കും അല്ലെ, ലേസി ആയിരിക്കും. അപ്പൊ ലാസ്കോ, ഫ്രാൻസ് കിട്ടിയില്ലേ. ഷോവേ, ഫ്രാൻസ്. ലാസ്കോ, ലേസി എന്ന് കണക്ട് ചെയ്ത ലാസ്കോ, ഫ്രാൻസ്. മൂന്നാമത്തെ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ്ക്, റഷ്യ. റാ എന്നുള്ളത് റിപ്പീറ്റ് വരുന്നുണ്ട്, അത് ഒന്ന് കണക്ട് ചെയ്താൽ മതി. സറൈസ്കിലെ റാ, റഷ്യയിലെ റാ. സറൈസ്ക്, റൈസ്ക്, റഷ്യ. ഓക്കെ. ക്യുസാക്ക്, ഫ്രാൻസ്. ക്യുസാക്ക്, ഫ്രാൻസ്. ഫ്രാൻസിലെ ക്യുസാക്ക് ഗുഹയിലെ ചിത്രങ്ങളാണ്. അതൊരു സ്ത്രീയുടെ ചിത്രമാണെന്ന് കൂടെ ഒന്ന് ഓർക്കുക. ഓക്കെ. പിന്നെ സ്പെയിനിലെ ലാഗർമ. അപ്പൊ നമ്മൾ അത്രയും ചിത്രങ്ങൾ ജസ്റ്റ് എന്താണെന്ന് കണ്ടു അല്ലെ. അവിടെ നമുക്ക് അതിന്റെ ഒരു വിവരണമാണ് പിന്നെ ഈ താഴെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രാചീന ശിലായുഗത്തിൽ ഇത്രയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചൊരു കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും ആളുകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. വേട്ടയാടൽ, ശേഖരണം എന്നിവ ആയിരുന്നു ഉപജീവന മാർഗങ്ങൾ. ബാൻഡുകൾ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ബാൻഡുകൾ എന്നതായിരുന്നു അന്നത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. പ്രാചീന ശിലായുഗത്തില് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ബാൻഡുകൾ അഥവാ പറ്റങ്ങളായിട്ടായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. പുരുഷന്മാർ വേട്ടയാടാനും സ്ത്രീകൾ ശേഖരണത്തിനും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭക്ഷണം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അവര് വേട്ടയാടുന്നു, കഴിക്കുന്നു, ഇല്ലാണ്ട് ശേഖരിച്ചു വെക്കുന്ന ഒരു രീതിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. നാടോടി ജീവിതമാണ് അന്ന് നിലനിന്നിരുന്നത്. ഇപ്പൊ ബാൻഡുകൾ എന്താന്ന് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാൻഡുകൾ 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ. രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. അപ്പൊ ഒരു കുടുംബം പോലെയാണ് അല്ലെ. കുടുംബം പോലെ ഇത്തിരി വലിയൊരു കുടുംബം. അപ്പോൾ അതിലെ ഉള്ള ആളുകൾ എല്ലാം ചേർന്നിട്ട് ഒരു 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘമായിട്ടാണ് ജീവിച്ചിരുന്നത്. അതിന് നമ്മൾ ബാൻഡുകൾ എന്ന് പറയുന്നു.
അതാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് പിന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ പ്രാചീന ശിലായുഗത്തിലെ ചിത്രങ്ങൾ, കല്ലുകളിലും അസ്ഥികളിലൊക്കെ കോറിയിട്ട ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ കിട്ടിയ സ്ഥലങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പൊ അത് എവിടെയാണ്, ഏത് രാജ്യങ്ങളിലാണ് എന്നത് ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഷോവെ എവിടെയായിരുന്നു? ഷോ ഫ്രാൻസ്. ലാസ്കോ ലേസിന്ന് ഓർത്തില്ലേ, എവിടെയായിരുന്നു? ഫ്രാൻസ്. ക്യുസാക്ക് എവിടെയായിരുന്നു? അതും ക്യുസാക്കും എവിടെയായിരുന്നു? അതും ഫ്രാൻസിലായിരുന്നു അല്ലേ. അപ്പൊ 3 ഫ്രാൻസിലായിരുന്നു. പിന്നെ സറൈസ്ക് എവിടെയായിരുന്നു? റഷ്യ. ലാഗർമ സ്പെയിൻ. ലാഗർമ സ്പെയിൻ. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ നോക്കിയതാണ്. അടുത്തത് മധ്യശിലായുഗമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രാചീന ശിലായുഗത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തത് മധ്യശിലായുഗമാണ്. പ്രാചീന ശിലായുഗത്തിൽ എന്തെല്ലാം പറഞ്ഞു എന്ന് ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറയാം. പ്രാചീന ശിലായുഗം, പാലിയോസ് എന്ന് പറഞ്ഞാൽ പ്രാചീനം, ലിത്തോസ് ശില, പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ പ്രാചീന ശിലായുഗം. അതിൽ കല്ലുകൾ കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ടിട്ട് ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു, പ്രയോജനപ്പെടുത്തൽ, രൂപമാറ്റം വരുത്തലുണ്ടായിരുന്നു, ഫാഷനിങ്, പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിന് ഷേപ്പൊക്കെ മാറ്റം വരുത്തി യൂസ് ചെയ്യുന്നതിനെ ക്രമവൽക്കരണം, സ്റ്റാൻഡർഡൈസേഷൻ. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ മാതൃശിലകളും കൽച്ചീലുകളും എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മാതൃശില എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ല് പൊട്ടിക്കുമ്പോൾ വലിയ പീസുകൾ മാതൃശിലയും ചെറിയ പീസുകൾ കൽച്ചീലുമാണ്. മാതൃശില കൊണ്ടുള്ള ഉപകരണങ്ങൾ മാതൃശില ഉപകരണങ്ങൾ, കൽച്ചീലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ കൽച്ചീൽ ഉപകരണങ്ങൾ അല്ലേ. പിന്നെ നമ്മൾ പണ്ടത്തെ കുറച്ച് കല്ലുകളും ശില്പങ്ങളും അസ്ഥിയിൽ ഉണ്ടാക്കിയ രൂപങ്ങളും അങ്ങനെ കുറച്ച് പ്രാചീന ശിലായുഗത്തിലെ കണ്ടുപിടുത്തങ്ങൾ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കണ്ടു അല്ലെ. അപ്പൊ അത് എന്തൊക്കെയായിരുന്നു? മൃഗത്തിന്റെ ചിത്രം എവിടെയായിരുന്നു? ഷോവെ ഫ്രാൻസ്. പിന്നെ അതേപോലെ മൃഗങ്ങളുടെ ചിത്രം തന്നെ ലാസ്കോ എവിടെയായിരുന്നു? ഫ്രാൻസ്. പിന്നെ ക്യുസാക്കിലുള്ള ഒരു സ്ത്രീയുടെ ചിത്രം അല്ലെ, അതും ഫ്രാൻസിലായിരുന്നു. ഓക്കെ, പിന്നെ സറൈസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീനസ് സ്റ്റാച്ചു നമ്മൾ കണ്ടു. അത് സറൈസ്ക് എവിടെയായിരുന്നു? റഷ്യ. പിന്നെ നമ്മൾ അസ്ഥിയിലുള്ള കൊത്തുപണികൾ കണ്ടു അല്ലെ, അതെവിടെയാണ്? ലാഗർമ എന്ന് പറയുന്ന സ്ഥലമാണ് സ്പെയിൻ. സ്പെയിനിലെ ലാഗർമ. ഓക്കെ, അത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ബാൻഡുകൾ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അല്ലെ. പ്രാചീന ശിലായുഗത്തില് ബാൻഡുകളായിട്ടാണ് ആളുകൾ ഉണ്ടായിരുന്നത്. ഒരു പറ്റം ആളുകൾ എന്നും അറിയപ്പെടുന്നുണ്ടായിരുന്നു. 100-ൽ താഴെ മെമ്പേഴ്സാണ് അതിലുണ്ടായിരുന്നത്. ബ്ലഡ് റിലേഷൻ വഴിയാണ് ആ ബന്ധങ്ങൾ നിലനിന്നിരുന്നത്. ഓക്കെ, അത്രയാണ് അതിലുള്ളൂ. ഇനി മധ്യശിലായുഗം നോക്കാം. മധ്യശിലായുഗം മീസോലിത്തിക് ഏജ്, പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടം അല്ലെ. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നാണല്ലോ. അപ്പോ അതിന്റെ രണ്ടിന്റെയും നടുവിലുള്ള ഒരു ഘട്ടമാണ് എന്ത്? മധ്യശിലായുഗം. അതിനെ മീസോലിത്തിക് എന്നുള്ളത് എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീസോസ് എന്ന് പറഞ്ഞാൽ മധ്യം എന്നും ലിത്തോസ് ശിലയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പോ മീസോസ് മധ്യം, ലിത്തോസ് ശില മധ്യശിലായുഗം. ഇത് ഗ്രീക്ക് പദങ്ങളാണ് കേട്ടോ. ഓക്കെ, പിന്നെ മൈക്രോലിത്തീസ് എന്നൊരു കാര്യമുണ്ട് കേട്ടോ. മൈക്രോലിത്തുകൾ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ച കാലം കൂടെയാണ് ഇത്. മൈക്രോലിത്തുകൾ പറഞ്ഞ എന്താണ്? സൂക്ഷ്മശിലകൾ, അവ ഉപയോഗിച്ചിരുന്ന കാലമാണ് ഇത്. ഓക്കെ, ഇനി ഇതിൻ്റെയും കുറച്ച് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭീംബേഡ്ക, അതേപോലെ ലഗ്ചാവോർ, കത്തോട്ടിയ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലുള്ള അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള തെളിവുകളാണ് ഈ കാണുന്നത്. മധ്യശിലായുഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ്, ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഒന്നാമത്തേൽ 2 ആളുകൾ നടന്നു പോകുന്നത് കാണുന്നുണ്ട് അല്ലെ. അവരുടെ കയ്യിൽ എന്തൊക്കെയോ അമ്പും വില്ലും പോലെയുള്ള ഉപകരണങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലെ. രണ്ടാമത്തേല് മീൻപിടുത്തം പോലെ എന്തൊക്കെയാണ് കാണുന്നത്. മൂന്നാമത്തേലോ, അപ്പൊ അതിനു വേണ്ടിയൊക്കെയുള്ള സൂക്ഷ്മ ഉപകരണങ്ങൾ ഇവർ നിർമ്മിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ജീവിനെ കൊന്നിട്ടുള്ള ഒരു ചിത്രം ആണ് നമുക്ക്. കുറച്ച് ആളുകളുണ്ട്,
ആളുകൾ ഒരു ജീവിയെ കൊന്ന ചിത്രമൊക്കെയാണ് കാണുന്നത് അല്ലെ. അങ്ങനെ പല പല ചിത്രങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അന്നത്തെ അവരുടെ ജീവിത രീതിനെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ഥലങ്ങള് നമ്മൾ 3 സ്ഥലങ്ങൾ പറഞ്ഞല്ലോ, അത് ഒക്കെ എവിടെയാണെന്ന് അറിയോ? ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ സ്ഥലങ്ങൾ തന്നെയാണ്. എവിടെയാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് കേട്ടോ. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭീംബേട്ക, ലഖ്ജാവോർ, കത്തോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യന്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പോ ഈ സ്ഥലങ്ങൾ എവിടെയാണ്? ഭീംബേട്ക, ലഖ്ജാവോർ, കത്തോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ്. ഇന്ത്യയിലെ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മധ്യപ്രദേശില് മധ്യശിലായുഗത്തിന്റെ തെളിവുകൾ അല്ലെ. മധ്യപ്രദേശില് മധ്യശിലായുഗത്തിന്റെ തെളിവുകൾ കിട്ടി. ഭീംബേട്ക, ലഖ്ജാവോർ, കത്തോട്ടിയ എന്നീ ഗുഹാകേന്ദ്രങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അന്നത്തെ ആളുകളുടെ ജസ്റ്റ് എന്താണ് ജീവിത രീതി എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. വേട്ടയാടല്, മീൻപിടുത്തം, നമുക്ക് ആ ചിത്രങ്ങളൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. വേട്ടയാടൽ, മീൻപിടുത്തം, മൃഗങ്ങളെ ഇണക്കൽ, അതുപോലെ വിനോദങ്ങളിൽ ഏർപ്പെടൽ, അങ്ങനെയൊക്കെ അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രാചീന ശിലായുഗത്തിൽ നിന്നും വളരെ മാറ്റം വന്നിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിലെ നമ്മൾ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ലോകത്തിന്റെ വേറെ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് മറ്റ് മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് സ്റ്റാർകാർ ഇംഗ്ലണ്ട്, ഫാഹിയാൻ ഗുഹ ശ്രീലങ്ക, സരൈനഹർ റായ് എന്നായിരിക്കും മിക്കവാറും കേട്ടോ. സരൈ നഹർ റായ് അതെവിടെയാണ്? ഇന്ത്യയില് UP-യിലാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർകാർ ഇംഗ്ലണ്ട് അതെങ്ങനെയാ? ജസ്റ്റ് ഇംഗ്ലണ്ടിൽ നിന്നൊരു കാർ വാങ്ങിയെന്നോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലൊന്ന് ഓർത്താൽ മതി. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു കാർ വാങ്ങി, അങ്ങനെ ഓർത്താ സ്റ്റാർകാർ ഇംഗ്ലണ്ട്. ഫാഹിയാൻ ഗുഹ ശ്രീലങ്ക. ശ്രീലങ്കയില് ഒരു ഗുഹ കാണാൻ പോയിന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർത്താൽ മതി. ഓക്കെ, ശ്രീലങ്കയില് ഫാഹിയാൻ ഗുഹ കാണാൻ പോയിന്നോ, അങ്ങനെയൊക്കെ ഓർക്കുക. സരൈനഹർ റായ്, ഇന്ത്യ, ഉത്തർപ്രദേശ്. ഓക്കെ, അത്രയാണ് നമുക്ക് ആ ഭാഗത്ത് നോക്കാനുള്ളത്. ഇനി അതില് സ്റ്റാർകാറിനെ കുറിച്ച് അവർ കുറച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിക്കാട്ടോ. സ്റ്റാർകാർ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രം. എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഇംഗ്ലണ്ടിലെ. വടക്കുകിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണിത്. ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത. അതൊന്ന് ഓർക്കാട്ടോ. ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം, അതാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത. ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. അപ്പൊ ജസ്റ്റ് ഓർത്താ മതി, സ്റ്റാർകാർ ഇംഗ്ലണ്ടിലെയാണ്. ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം അവിടുത്തെ പ്രധാനമാണ്. ഓക്കെ, അതേപോലെ ഇന്ത്യയിലെ സരൈ നഹർ റായ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചും ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈ നഹർ റായ് സ്ഥിതി ചെയ്യുന്നത്. അത് അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. എവിടെയാണ്? ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈ നഹർ റായ് സ്ഥിതി ചെയ്യുന്നത്. മധ്യശിലായുഗത്തിന്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ എന്താ പറഞ്ഞത്? സൂക്ഷ്മ ഉപകരണങ്ങൾ അല്ലേ. മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ പ്രധാനപ്പെട്ട തെളിവാണ്. നേരത്തെ നമ്മൾ സ്റ്റാർകാറിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് എന്താ പറഞ്ഞത്? ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം അല്ലേ. എന്നാൽ സരൈ നഹർ റായ് എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഉയരമുള്ള മനുഷ്യന്റെ അസ്ഥികൾ. പുരുഷന്മാരുടെ ഉയരം 180 സെന്റിമീറ്ററും സ്ത്രീകളുടെ 170ഉമാണ് അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു.
അതേപോലെ വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതിനും മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചതിനും തെളിവുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ മധ്യശിലായുഗത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അടുത്തത് നവീന ശിലായുഗമാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് എന്താണ് ഇപ്പൊ പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. മധ്യശിലായുഗത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള പ്രധാന പോയിന്റ്സ് ഒന്ന് നോക്കാം. മധ്യശിലായുഗം മീസോലിത്തിക് ഏജ് എന്ന് പറയുന്നു. മീസോസ് എന്ന് പറഞ്ഞാൽ മധ്യം, ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില, മധ്യശിലായുഗം. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ത്? മൈക്രോലിത്തുകൾ ഉപയോഗിച്ചിരുന്നു. മൈക്രോലിത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഭീംബേട്ക, ലഖ്ജാവോർ, കഥോട്ടിയ. ഭീംബേട്ക, ലഖ്ജാവോർ, കഥോട്ടിയ എന്നിവ ഇന്ത്യയിലെ മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ്. അവ എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? മധ്യപ്രദേശിലുള്ള സ്ഥലങ്ങളാണ്. ഇത് മൂന്നും ഗുഹകളാണ് കേട്ടോ. പിന്നെ ഈ കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിരുന്നത് വേട്ടയാടൽ, മീൻപിടുത്തം തുടങ്ങിയവ ചെയ്തിട്ടായിരുന്നു. മൃഗങ്ങളെ ഇണക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതേപോലെ ആളുകൾ വിനോദങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ആ ടൈമില് ലിംഗാടിസ്ഥാനമായിട്ടുള്ള ഒരു തൊഴിൽ വിവേചനം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളാണ്. പിന്നെ നമ്മൾ ലോകത്തുള്ള മറ്റ് മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. സ്റ്റാർക്കാർ, ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ എന്ന് പറയുന്ന സ്ഥലം. അതേപോലെ ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ. പിന്നെ ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലം കൂടെ നമ്മൾ പറഞ്ഞു, സരൈ നഹർ റായ്. അങ്ങനെ 3 സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർക്കാറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ജൈവ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നെ സരൈ നഹർ റായ് എന്ന് പറയുന്നത് പ്രതാപ് നഗറിലുള്ളതാണ്. യുപിയിൽ അല്ലെ, ഉത്തർപ്രദേശിലെ പ്രതാപ് നഗറില് ഓക്സ്ബോ തടാകക്കരയിലെ കേന്ദ്രമാണ്. അവിടെ നിന്നും ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ കണ്ടെത്തി എന്നത് പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്ന് കണ്ടെത്തിയ പുരുഷന്റെ ഹൈറ്റ് 180 സെന്റിമീറ്ററും സ്ത്രീയുടേതിന് 170 സെന്റിമീറ്ററുമാണ് നീളമുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. അടുത്തത് നമ്മൾ നവീന ശിലായുഗത്തിലേക്കാണ് പോകുന്നത്. നിയോലിത്തിക് ഏജ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിയോലിത്തിക് എന്ന് പറയുമ്പോൾ നിയോസ് എന്ന് പറഞ്ഞാൽ നവീനം എന്നും ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില എന്നുമാണ് അർത്ഥം. അപ്പോ നിയോലിത്തിക് എന്ന് പറയുമ്പോൾ എന്താണ്? നവീന കാലഘട്ടത്തിൽ ശില കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലം. ഓക്കെ, നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് ഗ്രീക്ക്. ഈ 2 പദങ്ങൾ ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാന്ന് കൂടെ ഒന്ന് ഓർക്കണം കേട്ടോ. ഗ്രീക്ക് പദങ്ങളാണ്. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തെ 2 പ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, അതിൽ പറയുന്നത് കൃഷി ചെയ്യാൻ തുടങ്ങി, മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മൃഗപരിപാലനത്തിലും ഏർപ്പെട്ടു. ഈ 2 നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അപ്പോ ഈ ഒരു ഗ്രന്ഥത്തിന്റെ പേര് ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ്? മാൻ മേക്സ് ഹിംസെൽഫ്. ആ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഗോൾഡൻ ചൈൽഡ്. അതിൽ 2 പോയിന്റ് പറയുന്നുണ്ട്. ഒന്നെന്താണ്? കൃഷിയെക്കുറിച്ച് അല്ലെ, കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ്. അതേപോലെ തന്നെ മൃഗപരിപാലനത്തിലും ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് അവിടെ പറയുന്നത്. ഇനി ഇതാ ഇവിടെ ഒരു മാപ്പ് കാണാനില്ലേ? ഈ മാപ്പില് ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പ് കാണുന്നുണ്ടോ? ഈ ചന്ദ്രക്കലയുടെ ഷേപ്പുള്ള ഈ ഒരു ഭാഗത്തെ പറയുന്നത് ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ്. എന്താണ്? ഫെർട്ടൈൽ ക്രസന്റ്, അതായത് ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല. ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല എന്നാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഒരു സ്ഥലത്താണ് കൃഷിയുടെ ആരംഭം കുറിക്കുന്നത്.
കൃഷി ആരംഭം കുറിച്ച സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പുള്ള ഈ ഒരു പ്രദേശത്തെ ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല അഥവാ ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വളരെ ചെറിയൊരു ഭാഗമല്ല കേട്ടോ, നമ്മുടെ ലോക ഭൂപടത്തിലാണ് ഇത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് വലിയ ഒരു ഏരിയ ആണ്. ഓക്കെ, രാജ്യങ്ങൾ എല്ലാം ചേർന്നിട്ടുള്ള, രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള, പല രാജ്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫെർട്ടൈൽ ക്രസന്റ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറെ രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതായത് നമുക്ക് മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം. ഇറാഖ്, ഇറാൻ, ഈജിപ്ത്, സിറിയ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇറാഖ്, ഇറാൻ, ഈജിപ്ത്, സിറിയ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഫെർട്ടൈൽ ക്രസന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതെന്താണ്? ആദ്യകാലത്തെ കൃഷി ആരംഭിച്ച സ്ഥലങ്ങളാണ് ഇത്. അപ്പൊ ഏതാണ് യുഗം? നവീന ശിലായുഗം. ഓക്കെ അല്ലേ? പിന്നെ ഈ ഒരു കാലഘട്ടത്തില് ആളുകൾ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും എല്ലാം തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനസംഖ്യാ വർധനവ്. അപ്പൊ ജനസംഖ്യ വർദ്ധിച്ചപ്പോ എന്താ? ഭക്ഷണത്തിന്റെ ആവശ്യം കൂടി. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, സങ്കീർണമായ സാമൂഹിക സംഘാടനം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം, ഇതെല്ലാം തന്നെ ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണമായി എന്നാണ് പറയുന്നത്. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന കുറച്ച് ഉപകരണങ്ങളുടെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, കണ്ടോ? അപ്പൊ കുറച്ചുകൂടെ ഒക്കെ ഷാർപ്പായിട്ടുള്ള ഉപകരണങ്ങളും എല്ലാം നിർമ്മിക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെയ്ത്ത് തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഈ ഒരു കാലഘട്ടത്തെയാണ് ഗോൾഡൻ ചൈൽഡ് എന്ത് വിളിച്ചത്? നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത്. എന്താണ്? നവീന ശിലായുഗ വിപ്ലവം എന്ന് ഏത് കാലഘട്ടത്തെയാണ് ഗോൾഡൻ ചൈൽഡ് വിളിച്ചത്? നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് ആരാണ് വിളിച്ചത്? ഗോൾഡൻ ചൈൽഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് നവീന ശിലായുഗത്തിന്റെ കുറച്ച് കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു ഭൂപടത്തില് കുറച്ച് കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ്? ജെറീക്കോ, ജാർമോ, അലികോഷ്, മെഹർഗഡ്. കേൾക്കാൻ നല്ല രസമുള്ള പേരൊക്കെയാണ് അല്ലെ? ജെറീക്കോ, ജാർമോ, അലികോഷ്, മെഹർഗഡ്. അപ്പൊ നമ്മൾ ഇതേപോലെ പ്രാചീന ശിലായുഗത്തിലും മധ്യശിലായുഗത്തിലും ഒക്കെ നമ്മൾ പല കേന്ദ്രങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോഡ് വെച്ച് പഠിച്ചു. എല്ലാം ഓർമ്മയില്ലേ? അപ്പൊ ജസ്റ്റ് ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ആയി കേട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ നവീന ശിലായുഗത്തില് ജെറീക്കോ, ജാർമോ, അലികോഷ്, മെഹർഗഡ് എന്നീ കേന്ദ്രങ്ങൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതില് ഓരോന്നും ഏത് രാജ്യത്തിൽ ആണ് എന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ ഈ ജെറീക്കോ എന്ന് പറയുന്നത് പാലസ്തീനിൽ ഉള്ള സ്ഥലമാണ്. ജെറീക്കോ പാലസ്തീനിലാണ് ഉള്ളത്. ജാർമോ ഇറാഖിലെ സ്ഥലമാണ്. ജാർമോ ഇറാഖ്. അടുത്തത് അലികോഷ് എവിടെയാണെന്നറിയോ? ഇറാനത്തെ സ്ഥലമാണ് എന്ത്? അലികോഷ്, ഇറാൻ. അടുത്തത് മെഹർഗഡ് പാകിസ്ഥാനിലുള്ള സ്ഥലമാണ് മെഹർഗഡ്. ഓക്കെ, അപ്പോൾ ഇതും എങ്ങനെയെങ്കിലുമൊക്കെ ജസ്റ്റ് കോഡുകൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ. കാരണം ഇത് കുറച്ചുകൂടെ എളുപ്പമുണ്ട് പേരുകൾ. അപ്പൊ ഏത് രാജ്യത്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നമുക്ക് അലികോഷ് ആണെങ്കിൽ ഇറാനിലാണ്. അപ്പോ ഇറാനിലേക്ക് അലി പോയി, അങ്ങനെ ഓർത്താ പോരെ? ഇറാനിലേക്ക് അലി പോയി. അപ്പൊ അലികോഷ് ഇറാൻ. ഓക്കെ, അപ്പൊ അതേപോലെ ബാക്കിയുള്ളതോടെ കണക്ട് ചെയ്യാം. മെഹർഗഡ് പാകിസ്ഥാൻ, ജാർമോ ഇറാഖ്, ജെറീക്കോ പാലസ്തീൻ. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രങ്ങൾ. ഇനി ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ പറഞ്ഞു ജാർമോ എവിടെയാണ്? ഇറാഖിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം. ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലാണ് എന്തുള്ളത്? ജാർമോ. റോബർട്ട് ജെ ബ്രേഡ്വുഡ് ആണ് ഗുർദിഷ് കുന്നുകളിലെ ആധുനിക ഇറാഖ് കേട്ടോ. ആധുനിക ഇറാഖിനെയാണ് ഗുർദിഷ് കുന്നുകൾ എന്ന് പറയുന്നത്. അപ്പൊ റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ആണ് ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. ആരാണ്? റോബർട്ട് ജെ ബ്രൈഡ്വുഡ്. ജാർമോയിലെ ജനങ്ങൾ ബാർലിയും രണ്ടുതരം ഗോതമ്പു കൃഷിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിന്റെ വ്യക്തമായ സൂചനകളുണ്ട്. ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു. അവർ കളിമണ്ണുകൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോ, അവിടെ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് റോബർട്ട് ജെ ബ്രൈഡ്വുഡ്. അവർ ബാർലി കൃഷി, രണ്ടുതരം ഗോതമ്പ് കൃഷിയൊക്കെ ചെയ്തിരുന്നു. ആടിനെയും മൃഗങ്ങളെയൊക്കെ വളർത്തിയിരുന്നു. ചെറിയ കുടിലുകളായിരുന്നു. കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയൊക്കെ രൂപം നിർമ്മിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഒരു ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ് അവിടുത്തെ പ്രധാനപ്പെട്ടത്. ഇനി നമ്മൾ പാകിസ്ഥാനിലെ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു അത്? മെഹർഗഡ് അല്ലെ. മെഹർഗഡ് പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് മെഹർഗഡ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രം താഴെ പറയുന്നവയിൽ ഏതാണ്? എന്നിട്ട് ഓപ്ഷനിൽ ഇങ്ങനെ തരും: ജെറീക്കോ, അലികോഷ്, മെഹർഗഡ്, ജാർമോ. അപ്പൊ ഏത് ഉത്തരം? മെഹർഗഡ്. ഓക്കെ. നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ്. ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നു. അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? പാകിസ്ഥാനിലെ മെഹർഗഡ് ആണ് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അടുത്തത് ലോഹയുഗമാണ്. അപ്പൊ നമ്മുടെ 3 യുഗങ്ങൾ കഴിഞ്ഞു അല്ലെ. നമ്മള് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇത് 3 എന്തിൽ വരുന്നതായിരുന്നു? ശിലായുഗം. നമ്മൾ ആദ്യം പറഞ്ഞത് എങ്ങനെയായിരുന്നു ഡിവിഷൻ? ശിലായുഗം, ലോഹയുഗം എന്നീ 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. അതിൽ ശിലായുഗത്തിൽ 3 ഡിവിഷൻ, അത് 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ലോഹയുഗമാണ്. മെറ്റൽ ഏജ് അല്ലെ. മെറ്റൽ കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടത്തെ എന്ത് പറയുന്നു? ലോഹയുഗം അഥവാ മെറ്റൽ ഏജ് എന്ന് പറയുന്നു. ഇതിൽ 2ആയി തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? ലോഹയുഗത്തെ 2ആയി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? ലോഹയുഗത്തെ വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്ന് 2ആയി തിരിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ശിലായുഗത്തിലെ മധ്യശിലായുഗം, നവീന ശിലായുഗം, വെങ്കലയുഗം. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഈ 3 നമ്മൾ ഇപ്പൊ കവർ ചെയ്തു. അടുത്തത് ലോഹയുഗത്തിലെ വെങ്കലയുഗം, ഇരുമ്പ് യുഗം, അതായത് ബ്രോൺസ് ഏജ്, അയൺ ഏജ്. ഈ 2 നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ലോഹയുഗം നമ്മൾ പറഞ്ഞു, ലോഹം കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കിയ കാലഘട്ടമാണ് എന്ന് പറഞ്ഞു. ഇത് BCE 7000 ആണ് കേട്ടോ ഈ കാലഘട്ടം. BCE 7000. ബിഫോർ ക്രിസ്ത്യൻ എറ 7000. ഓക്കെ. ക്രിസ്ത്യൻ എറയ്ക്കും 7000 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടമാണ്. അതുകൂടെ ഒന്ന് ഓർമ്മ വെക്കണം. അപ്പോ ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെമ്പ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പ് ആണ്. ഓക്കെ. പിന്നെ ഈ ലോഹയുഗം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയെല്ലാം പുരോഗമിച്ച ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ചെമ്പ് കണ്ടെത്തിയ കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ചെമ്പ് കണ്ടെത്തിയ കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാദൽ ഹോയുക്ക് തുർക്കിയിലെ സ്ഥലമാണ്. ചയോനു വടക്കൻ സിറിയയിലെ സ്ഥലമാണ്. അലികോഷ് ഇറാൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതേ സ്ഥലം തന്നെയാണ്. നവീന ശിലായുഗ കേന്ദ്രമാണെന്ന് പറഞ്ഞിരുന്നു, ഇറാനിലെ അലികോഷ്. അപ്പൊ ഇതെല്ലാം ചെമ്പ് കണ്ടെത്തിയ സ്ഥലങ്ങളാണ്. ഏതൊക്കെയാണ്?
ചാദൽ ഹോയുക്ക് തുർക്കി, ചയോനു വടക്കൻ സിറിയ, അലികോഷ് ഇറാൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെമ്പ് യുഗത്തിൽ പറയുന്നത്. അടുത്തത് താമ്രശിലായുഗം. താമ്രശിലായുഗം എന്നതാണ് അടുത്ത ഒരു ടോപ്പിക്. താമ്രശിലായുഗം എന്ന് പറയുന്നത് ശിലയും ചെമ്പും ഉപയോഗിച്ചിരുന്ന കാലമാണ്. എന്താണ്? ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച കാലത്തെ താമ്രശിലായുഗം എന്ന് പറയുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എന്താണ് താമ്രശിലായുഗം എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയണം. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച കാലത്തെ എന്ത് വിളിക്കുന്നു? അപ്പോ നമ്മൾ എന്താ പറയേണ്ടത്? താമ്രശിലായുഗം എന്നാണ് ഉത്തരം. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ കുറച്ച് കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് താമ്രശിലായുഗത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ മഹാരാഷ്ട്രയിലെ 2 കേന്ദ്രങ്ങളുടെ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ദൈമാബാദിൽ നിന്നും ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിച്ച കലശങ്ങൾ ആണ് ഒന്നാമത്തെ ചിത്രം. നെവാസായിൽ, അതും മഹാരാഷ്ട്രയിലത്തെ സ്ഥലമാണ്, നെവാസായിൽ നിന്നും ലഭിച്ച കളിമണ്ണിലും ശിലയിലും തീർത്ത കലാനിർമ്മിതികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു താമ്രശിലായുഗത്തിന്റെ തെളിവുകള് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതില് മഹാരാഷ്ട്രയിലെ 2 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ദൈമാബാദും നെവാസായും. ദൈമാബാദും നെവാസായും. അടുത്തത് വെങ്കല യുഗമാണ് കേട്ടോ, ബ്രോൺസ് ഏജ്. ഇത് BCE 6000-നും 3000-നും ഇടയിൽ വരുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ ലോഹയുഗം പൊതുവെ BCE 7000-ന്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വെങ്കല യുഗം എന്ന് പറയുമ്പോൾ BCE 6000-നും 3000-നും ഇടയിലാണ് എന്ന് ഗോൾഡൻ ചൈൽഡിന്റെ മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തില് അവര് കലപ്പ, ചക്രവണ്ടി എല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, ഈ വെങ്കലം എന്ന് പറയുന്നത് എന്താന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെങ്കലം അഥവാ നമ്മൾ ഓട് എന്ന് പറയുന്ന സാധനമാണ് ഈ വെങ്കലം. ഓക്കെ, ചെമ്പും വെളുത്തീയവും ചേർത്ത് ഉണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം. ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് ഇത്. ഓക്കെ, എന്താണ് പറയുന്നത്? വെങ്കലം എന്താണ്? ചെമ്പും വെളുത്തീയവും, അതായത് കോപ്പറും ടിന്നും കൂടെ ചേർത്തിട്ടാണ് വെങ്കലം, അതായത് ഓട് ഉണ്ടാക്കുന്നത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു കാലഘട്ടം, അതായത് ഈ വെങ്കല യുഗം എന്ന് പറയുന്നത് നാഗരികതയ്ക്ക് വളർച്ച സംഭവിച്ച ഒരു കാലഘട്ടമാണ്. നാഗരികത വളർന്നു വന്ന ഒരു കാലഘട്ടമാണ് വെങ്കലയുഗം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. നാഗരികത എന്ന് പറഞ്ഞാൽ എന്താണ്? നാഗരികത എന്ന് പറഞ്ഞാല് ആളുകള് വിവിധ ഇനം കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം എന്നിവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഗരികത. കൈത്തൊഴിലുകൾ, അതുപോലെ തന്നെ കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം, കണ്ടില്ലേ ഇവിടെ കൊടുത്തന്നെ? കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം എന്നിവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്ന സ്ഥിതി വിശേഷമാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, വിശാലമായ വീഥികളും പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗരജീവിതത്തിന്റെ സവിശേഷതകളാണ്. നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കല യുഗത്തിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നാഗരിക ജീവിതത്തിന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ആരംഭം കുറിച്ചത് ഏത് യുഗത്തിലാണെന്ന് ചോദിച്ചാൽ എന്താണ്? വെങ്കലയുഗം. ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, ലോഹയുഗം, വെങ്കലയുഗം, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ വെങ്കലയുഗത്തിലാണ് എന്ന് ഉറപ്പിച്ചു വെക്കാം മനസ്സിൽ. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഹാരപ്പൻ സംസ്കാരം വെങ്കല യുഗത്തിലാണ് വികാസം പ്രാപിച്ചത്. ഏത് യുഗത്തിലാണ്? വെങ്കല യുഗത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതുകെട്ടിടങ്ങൾ, വലിയ കുളം, ഗ്രേറ്റ് ബാത്ത്, വീടുകൾ, തെരുവീഥികൾ,
അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധതരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഇവിടത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട് പ്രധാനപ്പെട്ടിട്ട്. ഹാരപ്പൻ സംസ്കാരം വളർച്ച പ്രാപിച്ചത് വെങ്കല യുഗത്തിലാണ്. അതാണ് ഒരു പോയിന്റ്. ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചാൽ ഹാരപ്പൻ സംസ്കാരത്തെയാണ്. ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹാരപ്പൻ സംസ്കാരത്തെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വേദകാലാണ് കേട്ടോ. വേദകാലം. അതിനു മുന്നേ നമുക്കിവിടെ ഒരു 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സപ്ത സിന്ധു പ്രദേശം. സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം. എന്താണ്? സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം. ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ. ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്ന് അറിയപ്പെടുന്ന ഭാഷകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാന്നൊക്കെ ചോദിക്കാൻ ചിലപ്പോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്ന് പറയപ്പെടുന്ന ഭാഷകൾ സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമാനിയൻ. ഓക്കെ, ഏതൊക്കെയാണ്? സാൻസ്ക്രിറ്റ്, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റുമാനിയൻ. ഓക്കെ, ഇത്രയും ഭാഷകൾ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ സംസ്കൃതം ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത് നമ്മൾ വേദകാലത്തേക്കാണ് പോകുന്നത്. വേദകാലം എന്ന് പറയുന്നത് ഏത് കാലഘട്ടാന്നറിയോ? BCE 1500നും 600നും BCE 1500നും 600നും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേദകാലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ലോഹയുഗം എപ്പോഴായിരുന്നു? BCE 7000. അതേപോലെ വെങ്കലയുഗം BCE 6000 മുതൽ 3000 വരെ. വേദകാലം BCE 1500നും 600നും ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. ഇത്രയുമാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ട പോയിന്റ്സ്. ഓക്കെ, പിന്നെ വേദകാലത്തെ 2ആയി തിരിച്ചിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ 2ആയി തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ആദ്യകാല വേദകാലം, പിന്നെ പിൽക്കാല വേദകാലം. ഇതിൽ ആദ്യകാല വേദകാലം ഋഗ്വേദം രചിച്ച കാലം ആണ്. പിൽക്കാല വേദകാലം ബാക്കി 3 നമുക്കറിയാലേ വേദങ്ങൾ എത്രണ്ട്? 4 വേദങ്ങളില്ലേ? ഏതൊക്കെയാ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതിലെ ഋഗ്വേദം രചിച്ച കാലഘട്ടത്തെയാണ് ആദ്യകാല വേദകാലം എന്ന് പറയുന്നത്. പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ രചിച്ച കാലഘട്ടമാണ് പിൽക്കാല വേദകാലം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെയും ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. പിന്നെ വേദസാഹിത്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വേദസാഹിത്യം. വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. വേദം എന്നാൽ അറിവ്, അതായത് വിത്ത് എന്നാണ് അർത്ഥം. 4 വേദമുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതിൽ ഋഗ്വേദമാണ് ആദ്യത്തേത്. ഓക്കെ, ഇത് കൂടാണ്ട് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാം വേദസാഹിത്യത്തിന്റെ ഭാഗം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് വേദസാഹിത്യം തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 കാലഘട്ടം നമ്മൾ പറഞ്ഞു. വേദകാലത്തേനെ ആദ്യകാല വേദകാലം എന്നും പിൽക്കാല വേദകാലം എന്നും തിരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇനി അടുത്തത് കൊടുത്തിട്ടുള്ളത്. ആദ്യകാല വേദകാലം എന്ന് പറയുന്നത് സപ്തസിന്ധു പ്രദേശമാണ്. എന്നാൽ പിൽക്കാല വേദകാലം ഗംഗാ സമതലം വരെ വ്യാപിച്ചു. ആദ്യകാല വേദകാലം സപ്തസിന്ധു പ്രദേശം ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആദ്യകാല വേദകാലം സപ്തസിന്ധു പ്രദേശമാണ്. പിൽക്കാല വേദകാലം ഗംഗാ സമതലം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ആദ്യകാല വേദകാലത്തിൽ ഇടയ സമ്പദ് വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കൃഷിക്ക് പ്രാധാന്യം നൽകി.
അർദ്ധനാടോടികളായിരുന്നു ആദ്യകാലത്തെ എങ്കിൽ പിന്നീട് സ്ഥിരവാസ ജീവിതം നയിച്ചു. സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു ആദ്യകാലത്തെ എങ്കിൽ പിന്നീട് സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേൽക്കുകയാണ് ഉണ്ടായത്. കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്ത് ജീവിച്ച കാലമായിരുന്നു ആദ്യത്തേത് എങ്കിൽ ഇരുമ്പിന്റെ ഉപയോഗം ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ് പിന്നീട്. നിരവധി ഗോത്രങ്ങൾ ചേർന്ന് സമൂഹങ്ങൾ ആയിട്ടാണ് അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിരവധി ഗോത്രങ്ങൾ ചേർന്ന് ആയിരുന്നു സമൂഹം ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വർണ്ണവ്യവസ്ഥയെല്ലാം ശക്തിപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പിൽക്കാല വേദകാലം ആവുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത്. ഇനി യാഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ യാഗം വളരെ ലളിതമായിരുന്നു. ഓരോ കുടുംബത്തിലെയും ഓരോ കുടുംബനാഥനും ചെയ്യാൻ പറ്റുന്ന അത്രയും ലളിതമായിരുന്നു ആദ്യകാലത്തുള്ള യാഗങ്ങൾ എങ്കിൽ പിൽക്കാല വേദകാലമായപ്പോഴേക്കും യാഗങ്ങൾ വളരെ സങ്കീർണവും ഒരുപാട് ചെലവുള്ളതുമായിട്ട് മാറി. അപ്പൊ അതൊരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിപ്പോയി. ഓക്കെ, പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എങ്കിൽ പ്രത്യേക ആരാധനാമൂർത്തികളെ രൂപപ്പെടുത്തിയെടുത്തൊരു കാലഘട്ടമായിരുന്നു പിൽക്കാല വേദകാലം. വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കം കൂടി പിൽക്കാല വേദകാലത്ത് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷനും കൂടെ നോക്കാനുണ്ട് കേട്ടോ. അതുകൂടെ ഉള്ളൂ എന്നാൽ നമുക്ക് ഈ ചാപ്റ്റർ ഏകദേശം നമുക്ക് കഴിഞ്ഞു. അപ്പോൾ വർണ്ണവ്യവസ്ഥ എന്ന് പറയുമ്പോൾ വർണ്ണങ്ങൾ 4 ഉണ്ടായിരുന്നു. നമുക്കിത് അറിയുന്നവ തന്നെയാണ് അല്ലേ? പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവരെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞു. 4 വിഭാഗം ഏതൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ അല്ലേ? ബ്രാഹ്മണർ പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവരാണ്. ക്ഷത്രിയർ രാജഭരണത്തിലും അതേപോലെ തന്നെ സംരക്ഷണവും നടത്തിയിരുന്നവരാണ്. ഇനി കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവരാണ് വൈശ്യർ. ദാസ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് ശൂദ്രർ. അപ്പൊ അങ്ങനെ 4 വർണ്ണങ്ങളാണ് അന്ന് നിലനിന്നിരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ വേദകാലത്ത് നിന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. വേദകാലം എന്ന് പറയുന്നത് എന്താണ്? വേദകാലം 1500 മുതൽ 600 BC 1500 to 600 വരെ ഉള്ള ഒരു കാലഘട്ടമാണ് വേദകാലം എന്ന് അറിയപ്പെടുന്നത്. സപ്തസിന്ധു ഭാഗത്താണ് ഈ വേദ കാലത്തെ ആളുകൾ ഉണ്ടായിരുന്നത്. സപ്തസിന്ധു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നോർത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗം ആണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ആര്യന്മാരുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് മധ്യേഷ്യ. ആര്യന്മാരുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന